നിങ്ങൾ എത്ര പേർക്കറിയാം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഒരു ഗവൺമെന്റ് ബോഡിയുടെയും അണ്ടറിൽ അല്ല എന്നുള്ളത്? BCCIയുടെ വഴി തനി വഴി. ഐ എക്സ്പ്ലെയിൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ക്രിക്കറ്റ്, ഫുട്ബോൾ പോലെയുള്ള ഗെയിംസ് ഇന്ത്യയിൽ എത്തുന്നത്. ബട്ട് ക്രിക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു റിലീജിയൻ പോലെയായി. ഹൗ? നല്ല ഒന്നാം തരം മാർക്കറ്റിംഗ്, ഗ്രാസ് റൂട്ട് ലെവൽ തൊട്ട് ആ കാര്യത്തിൽ BCCI സെറ്റായിരുന്നു. അണ്ടർ 14, 16, 19 എന്നൊക്കെ പറഞ്ഞ് എല്ലാ ഏജുകാരെയും ക്രിക്കറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുകയായിരുന്നു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള 1983 വേൾഡ് കപ്പ് വിൻ BCCI മാക്സിമം യൂസ് ചെയ്ത അവസരമാണത്. വെറും ഒരു സ്പോർട്ടിൽ നിന്ന് രാജ്യത്തിൻ്റെ അഭിമാനം എന്ന രീതിയിലേക്ക് ക്രിക്കറ്റിനെ എത്തിച്ചു. ഇന്ത്യയിൽ ഒരു സ്പോർട്ട് ഐറ്റത്തിൻ്റെ മീഡിയ ബ്രോഡ്കാസ്റ്റ് റൈറ്റ്സിൻ്റെ സാധ്യതകളൊക്കെ എക്സ്പ്ലോർ ചെയ്തത് തന്നെ BCCI ആയിരുന്നു. 1980s, 90s തന്നെ ലൈവ് മാച്ചസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ദൂരദർശൻ, സോണി, സ്റ്റാർ സ്പോർട്സ് ആയിട്ടൊക്കെ ഉള്ള മീഡിയ ഡീൽസ് മാക്സിമം റീച്ചിനും ഹെൽപ്പ് ചെയ്തു. ക്രിക്കറ്റ് ഇങ്ങനെ ഫാമിലി മൊത്തം ഇരുന്ന് കാണുന്ന ഒരു ഫാമിലി ഇവന്റ് ആയിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ ക്രിക്കറ്റ് സ്റ്റാർസ് സെലിബ്രേറ്റ് ചെയ്യപ്പെടാൻ തുടങ്ങി. പിന്നെ IPLഉം പിന്നെ ഇന്റർനാഷണൽ മാച്ചസ്, വേൾഡ് കപ്പ് പോലുള്ള ഇവന്റ്സ് ഒക്കെ ഇവിടെ ഹോസ്റ്റ് ചെയ്തത് മൂലം ക്രിക്കറ്റിന്റെ ഗ്ലോബൽ ആക്സെപ്റ്റൻസ് ഇന്ത്യയിലുള്ള ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി. ഇപ്പോഴും വേൾഡ് ക്ലാസ് സ്റ്റേഡിയംസ്, ക്രിക്കറ്റിംഗ് അക്കാഡമീസ്, മീഡിയ ആൻഡ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് അങ്ങനെയൊക്കെ ആയിട്ട് ആ ക്രിക്കറ്റിംഗ് സ്പിരിറ്റ് ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട് BCCI. എന്തായാലും നമ്മളറിയാതെ അടിപൊളി മാർക്കറ്റിങ്ങിലൂടെ നമ്മളെ ക്രിക്കറ്റിന് അഡിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു.